കാലാകാലങ്ങളിലായി മാറിവരുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നിക്ഷിപ്ത താൽപ്പര്യങ്ങളും ഉദ്യോഗസ്ഥ അലംഭാവവുമാണ് ഇവിടെ കുടിയേറ്റ കർഷകർക്ക് വലിയ വിനയായി മാറിയിരിക്കുന്നത്. ജനങ്ങളെ ഇല്ലാതാക്കിയുള്ള വനസംരക്ഷണം നീതിക്കു നിരക്കുന്നതല്ല. ബഫർ സോണിൽ വനവിസ്തൃതി കൂടി വരുന്നു, എന്നാൽ മനുഷ്യവാസ വിസ്തൃതി കുറഞ്ഞും വരുന്നു. ഈ ഗുരുതര വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ കർഷകരോടൊപ്പം സഭയുണ്ടാകും. ഇതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല, ഒരു പാർട്ടിക്കും എതിരുമല്ല. കർഷകരുടെ ഈ ജീവിത പ്രശ്നത്തെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഈ വിധിയുടെ പേരിൽ ഒരു മനുഷ്യജീവനും അനാഥമാക്കപ്പെടുകയോ വിലകെട്ടവരായി കുടിയിറക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുത്. സ്വന്തം മണ്ണിൽ ആത്മധൈര്യത്തോടെ ഇനിയും കൃഷി ഇറക്കാൻ നമ്മുടെ കർഷകർക്ക് സാധിക്കണം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് നേതൃത്വവും ഈ കാര്യത്തിൽ സത്വരമായ ഇടപെടൽ നടത്തുകയും സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തയ്യാറാവുകയും വേണം. മണ്ണിൽ പൊന്നു വിളയിച്ച് പൊതുസമൂഹത്തിന് ഭക്ഷണം വിളമ്പാൻ ചോര നീരാക്കുന്ന കർഷക ജനതയ്ക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണിത്. കേരളത്തിലെ നല്ലൊരു വിഭാഗം മലയോര മേഖലയെയും അവിടുത്തെ മൊത്തം ജീവിത സാഹചര്യത്തെയും മുഴുവനായും കാലക്രമത്തിൽ ഇല്ലാതാക്കാൻ ഈ വിധിക്ക് ശക്തിയുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും ലക്ഷക്കണക്കിന് വരുന്ന കാർഷിക ജനതയാണ് ഈ നിയമം ബാധിക്കാൻ പോകുന്നത്. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ ജില്ലയിലെ ജാംവ രാംഘട്ട് വന്യജീവി സങ്കേതത്തിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട ഹർജികളും പരിഗണിക്കുന്ന അവസരത്തിലാണ് സുപ്രീം കോടതി ഇത്തരമൊരു കർശന ഉത്തരവ് പുറപ്പെടുവിച്ചത്. വനവിഭവങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ബഫർ സോണിൻ്റെ ലക്ഷ്യം. എന്നാൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി കർഷകർ പണം നൽകി വാങ്ങിയതും തലമുറകളായി കൈമാറ്റം ചെയ്തു പോരുന്നതുമാണ്. ബഫർ സോണിലെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസ്, അതായത് നിരോധനമുള്ള കാര്യങ്ങൾ, പ്രധാനമായും ഖനനം, ക്രഷർ, തടിമില്ല്, വൻകിട ജലവൈദ്യുത പദ്ധതികൾ. രണ്ടാമത്തത് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസാണ്, അതായത് നിയന്ത്രിത പ്രവർത്തനങ്ങൾ, പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തുതന്നെയായാലും വളരെ കർക്കശമായ ചട്ടപ്രകാരമായിരിക്കും. ചെറുകിട വ്യവസായങ്ങളും മരം മുറിയും അനുവദിക്കില്ല. ആശയവിനിമയ സംവിധാനങ്ങളുടെ വികസനം, നിലവിലുള്ള റോഡ് വീതി കൂട്ടൽ, ബലപ്പെടുത്തൽ, പുതിയ റോഡ് നിർമ്മാണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, രാത്രികാല ഗതാഗതം തുടങ്ങിയവയെല്ലാം ശക്തമായ നിയമം മൂലം നിയന്ത്രിക്കപ്പെടും. മേൽപ്പറഞ്ഞവ കൂടാതെ ജനജീവിതത്തെ പല രീതിയിലും ബാധിക്കുന്ന നിരവധി നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ വരും. മൂന്നാമത്തത് പ്രൊമോട്ടഡ് ആക്ടിവിറ്റീസാണ്, അതായത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങൾ. മഴവെള്ള സംഭരണവും കാർഷിക വനവൽക്കരണവുമൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ വൈകാതെ തന്നെ ഈ ബഫർ സോൺ വനമേഖലയായിത്തീരും. കേരളത്തിലെ 14ൽ 13 ജില്ലകളിലെയും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ, പ്രത്യേകിച്ചും മലയോര ജനത, വലിയ ആശങ്കയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. തങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരായി കുടിയിറക്കപ്പെടുമെന്ന വിപത്ത് അവർക്ക് മുമ്പിലുണ്ട്. വളരെ കൃത്യമായ നിയമനിർമ്മാണം ഉണ്ടാവുക എന്നതാണ് പ്രതിവിധി.